വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാരാ നോക്കൂ, ഹായ് കൊടുക്കൂ. യെസ്, ഞങ്ങൾ ഇന്ന് മത്സ്യകന്യകയെ കാണാൻ വേണ്ടി പോവുകയാണ്. അവൾ മത്സ്യകന്യകനെ കാണാനാണ്, ഞാൻ മാത്രമാണ് മത്സ്യകന്യകയെ കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ അമ്മയും പാറുക്കുട്ടിയും ഉണ്ട്. പാറുടെ ഫ്രണ്ട് പോകണം. ഓക്കെ ഓക്കെ, ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരാൻ കേട്ടോ. എങ്ങോട്ടാ പോലെ ഞാൻ മത്സ്യകന്യകയെ കാണാൻ പോകുന്നു. പാറു ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഒരു ക്ഷീണമുണ്ട് മുഖത്ത്. പാറു ആരാ ആള് എന്നാ? ഞങ്ങളൊരു നെയിൽ പോളിഷൊക്കെ തല്ലി പൊട്ടിച്ച് വന്നേക്കുക. നെയിൽ പോളിഷിൻ്റെ കുപ്പിയൊക്കെ അടിച്ച് പൊളിച്ച് വന്നേക്കുക അല്ലേ. അങ്ങനെ ഞങ്ങൾ മത്സ്യകന്യകയെ കാണാൻ വേണ്ടി പോയത് നമ്മളെ സ്വന്തം സ്വപ്നനഗരിയിലേക്കാണ്. സരോവരം പാർക്കിൻ്റെ അടുത്തുള്ള സ്വപ്നനഗരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരുപാട് ഫെസ്റ്റ് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ വർഷം വന്ന ഒരു ഫെസ്റ്റാണിത്. ഇത് പാലക്കാടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നൊരു സംഭവമായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ക്യൂ നിന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 120 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. എൻട്രൻസ് കടന്നെത്തുന്നത് തന്നെ കുറേ കിളികളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. പാറുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പൊതുവേ കിളികളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നത് കുറച്ച് ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയതിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ അമേരിക്കൻ ഇഗ്വാനയായിരുന്നു. നമുക്ക് അലങ്കാരമൊന്നും ഇല്ലാതെ പച്ച ഊന്ത് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അടുത്തത് വരുന്നത് ഗോൾഡൻ ഫിസൻ്റ് ആയിരുന്നു. അത് നമ്മളുടെ പൂവൻകോഴിയായിട്ട് ചില സാദൃശ്യം ഉണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൈൻഡിൽ കുറച്ച് നേരം ചത്ത പോലെ കിടക്കാന്നുള്ളതായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ചത്ത പോലെ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ മിനി റിക്സ് എന്ന് പറയുന്നതുണ്ടായിരുന്നു. അതൊരു മുയലിൻ്റെ മാതിരി ഉള്ളതായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ കണ്ട് കുറച്ചൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ മത്സ്യകന്യകേനെ കണ്ടു. ചേച്ചിയുടെ ആഗ്രഹം പോലെ മത്സ്യകന്യകനെ കണ്ടു. പിന്നെ പാറുക്കുട്ടിക്ക്
മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടു അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെറിയ മീനുകളാണ് കേട്ടോ അവൾക്ക് കൂടുതൽ ഇഷ്ടമായത്. വലിയ മീനുകളെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്റ്റാളിലേക്കായിരുന്നു കേട്ടോ, കുറേ സാധനങ്ങളൊക്കെ ഉള്ള സ്റ്റാളിലേക്ക്. ആ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുവിധം എല്ലാ എക്സിബിഷനും കാണുന്ന പോലെ തന്നെ പാത്രങ്ങളും ഡ്രസ്സുകളും ചെരുപ്പുകളും ബാഗുകളും പിന്നെ പഴയ മിഠായികളും പിന്നെ ഫുഡ് സ്റ്റാളുകളും ഒക്കെ ഉള്ള കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. വില കുറവാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല, കുറച്ച് വില ജാസ്തി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ചേച്ചി പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞിട്ട് നൊസ്റ്റു ആലോചിച്ചിട്ട് കുറേ മിഠായിയൊക്കെ മേടിച്ചു. പിന്നെ സ്റ്റാളിൽ നിന്ന് ഇറങ്ങിയാൽ കാണുന്നത് കുറച്ച് ഫാമിലി ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഗെയിം. പിന്നെ റൈഡ് ഉണ്ടായിരുന്നു. റൈഡൊന്നും വർക്കിംഗ് അല്ല, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നും റൈഡൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ പോയത്, രാത്രിയാണോ വർക്ക് ചെയ്യാന്ന് എനിക്കറിയില്ല. പിന്നെ 120 രൂപയ്ക്ക് ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ കുറേ മീനും വെള്ളവും കാണുമ്പോൾ ബോറടിക്കും. എന്നാലും പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇറങ്ങി ഞാൻ മത്സ്യകന്യകനെയൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കൺ കൂടെ അടിച്ചു.